സങ്കീർത്തനം 56:8. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ കരയാറുള്ളവരാണ്. ഈ കരച്ചിലൊക്കെ ഒരുപക്ഷെ ആരും കാണാത്തൊരു മുറിയിൽ നമ്മൾ ഒഴുക്കിക്കളയുന്ന ഈ കണ്ണുനീര് നഷ്ടപ്പെട്ടു പോയി, തുടച്ചു മാറ്റപ്പെട്ടു എന്ന് തോന്നാം. എന്നാൽ കർത്താവ് പറയുകയാണ്, ആ അലച്ചിലുകളെല്ലാം എണ്ണപ്പെട്ടിട്ടുണ്ട്. നിൻ്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അത്രമാത്രം തീർത്ഥ ജലമായി നിൻ്റെ കണ്ണുനീരിനെ കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ വേദനകൾ എല്ലാം എനിക്ക് സ്വന്തമാക്കി മാറ്റിയിട്ടുണ്ട്. കർത്താവിനെ സ്വന്തമാക്കി ആയി നിൻ്റെ വിഷയങ്ങളെ സ്വർഗം മാറ്റിയിട്ടുണ്ടെന്നുള്ള നിൻ്റെ വേദന അനുഭവങ്ങളെ, നിൻ്റെ സഹനാനുഭവങ്ങളെ ആരും കാണാതെ ഒരു മുറിക്കുള്ളിൽ നീ നിക്ഷേപിച്ച ഈ തുടച്ചു മാറ്റിയ കണ്ണുനീരിന് വിലയിടുന്നത് കർത്താവാണ് എന്നുള്ളതാണ്. കർത്താവിനത് ഇഷ്ടമാണ്, കർത്താവിനെ സ്വന്തമാക്കുന്നു എന്നതാണ് വചനത്തിൻ്റെ അർത്ഥം. എത്ര ബലപ്പെടുത്തുന്നതാണ്. സ്വകാര്യ മുറിയിൽ ആരും കാണാതെ നീ ഒഴുക്കി വിടുന്ന ഈ കണ്ണുനീരിന് സ്വർഗം മാനം കൊടുത്തിട്ടുണ്ട്, വിലയിട്ടിട്ടുണ്ട് എന്ന് ദൈവവേദനെ വിശ്വസിക്കുക. നീ ഈ വചനം കേൾക്കുന്ന ഏത് ജീവിത പശ്ചാത്തലത്തിലാണ് എന്ന് അച്ഛൻ അറിയില്ല. ജീവിത അനുഭവങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ സ്നേഹം ഒഴുകിയിറങ്ങട്ടെ. ആമേൻ.